വളരെ എളുപ്പത്തിലൊരു പെപ്പർ ചിക്കൻ തയ്യാറാക്കുക. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസ് ഒക്കെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഈ സവാള ഒന്ന് വാട്ടിയെടുക്കുക. സവാള വാടിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞതും വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യുക. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ആഡ് ചെയ്യുക. മസാലയുടെ റോസ്മെല്ലൊക്കെ പോണവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ. ചിക്കനൊക്കെ നന്നായി വെന്തുകഴിഞ്ഞ് ഇതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചയും പുതിന ആഡ് ചെയ്യാം.